പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നിതിനെ ആദ്യം വിളിച്ചു വരുത്തിയപ്പോൾ പ്രിൻസിപ്പലിനെ കൂടാതെ 4 പേര് കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന് ഈ അധ്യാപിക അയച്ചുള്ള പരാതിക്കാരി അയച്ചുള്ള ലതാ ശശിധരനാണ്. ഒരു വൈസ് പ്രിൻസിപ്പളാണ് ഫൈസൽ. മറ്റു 2 പേരുടെ പേര് അറിയില്ല. എന്തായാലും ഇവർ 4 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരാണ് ആദ്യം ഇത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ് കുടുംബത്തെ അറിയിക്കാനായി ഈ സംഭവം ധരിപ്പിക്കാനായി വിളിച്ചിരുന്നുവെന്ന്. അപ്പോൾ ദൃശ്യങ്ങളിലും അത് കാണുന്നുണ്ട്. കാരണം നമ്പർ ചോദിച്ച് വിളിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ, പക്ഷെ അത് സംസാരിക്കുന്നില്ല. കോള് കണക്ട് ആയില്ലെന്നാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. മാത്രമല്ല ഇതിന്റെ ദൃശ്യങ്ങളുടെ ഒടുവിൽ കാണുന്നത് ഒരു അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ട് ശകാരിക്കുന്നതാണ് ഇതിനെ. എന്താണ് ആ ശബ്ദത്തിൽ ഉള്ളതെന്ന് വ്യക്തതയില്ല. ആ ശബ്ദത്തിന് വ്യക്തത കുറവുണ്ട്. എന്തായാലും ഇതിനകത്ത് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലകത്ത് നടന്ന ഈ സംഭവ വികാസങ്ങളാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള തെളിവ് കൂടിയാണ് ഇപ്പോൾ. തങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള പണികൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ എന്താണ് ആ വിശദീകരണ കുറിപ്പിൽ ഇത് കുടുംബത്തെ എന്തുകൊണ്ട് വിളിച്ചില്ല ചോദ്യത്തിന് കുടുംബത്തെ വിളിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതപ്പോ CCTVയിൽ വിളിക്കുന്ന കുടുംബത്തെയാണോ എന്നൊക്കെ കുടുംബം പറയട്ടെ. ഒരു നമ്പർ മാത്രമല്ല, പല നമ്പർ അവിടെയുണ്ട്. ഇവരെയൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ചോദ്യത്തിന് ഞങ്ങൾ വിളിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം പോലെ തോന്നുന്നു അജീഷ്. ഇതൊക്കെ പറയുമ്പോഴും ആ കോളേജിൽ ഈ അധ്യാപകർ കുട്ടികളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരത, ഈ പറയുന്ന വിളിക്കുന്ന വൃത്തികെട്ട വർത്താനങ്ങൾ, ഈ പറയുന്ന അവരുടെ സ്വപ്നങ്ങളെ കെടുത്തിക്കളയുന്ന രീതിയിൽ അടിച്ചില്ലാതായി കളയുന്ന രീതിയിലുള്ള തോന്നിയവാസങ്ങൾ, ഇതിനെപ്പറ്റി ഒന്നും ഈ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടോ ഈ PR പണി നടത്തുമ്പോഴും അവർക്ക് അജീഷ്? ഇതുവരെയ്ക്കും അത്തരത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. കാരണം ഇത് 1-2 വിദ്യാർത്ഥികളല്ല അവിടുത്തെ പല അധ്യാപകരുടെയും പെരുമാറ്റത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അതായത് 2010-ലെയും 2014-ലെയും അതിനുശേഷമുള്ള പല ബാച്ചുകളിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അടക്കം ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണലായി ഡോക്ടറായി ജോലി ചെയ്യുന്നവരടക്കം അവിടുത്തെ അധ്യാപകരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഈ ഡോക്ടർ റാമിന്റെയും ഇപ്പം തന്നെ ഈ ഹാഷിം അലി എന്ന് പറയുന്ന അധ്യാപകന്റെ അടക്കം പെരുമാറ്റത്തെക്കുറിച്ച് നമ്മളോട് പരാതി പറഞ്ഞിരുന്നു. നമ്മൾ ചിലത് ലൈവായി കാണിക്കുകയും ചെയ്തു അവരുടെ പ്രതികരണങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ഇതുവരെയ്ക്കും ആശുപത്രി മാനേജ്മെന്റ് ഒരു വരി പോലും വിശദീകരണ കുറിപ്പിൽ പറയുന്നില്ല. നിതിൻ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണമായി വരുന്നത്.